विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ അവസാനത്തെ അധ്യായമാണ് മുക്തിലാഭം. ശിവലാഭം, ശിവപദപ്രാപ്തി, അതാണ് ഈ അധ്യായത്തിൽ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം മാത്രം നമുക്ക് നോക്കാം. മുക്തിയിൽ പൂർണ്ണമായിട്ട് ഈശൻ്റെ അരുളുദിച്ച് തത്വങ്ങളെല്ലാം തൂത്തെറിഞ്ഞ് അകം ശുദ്ധി ചെയ്ത് ഭക്തിയെ തെളിച്ച് തൻ വൃത്തികൾ ശിവപൂജയ്ക്കൊത്ത് വന്നോർ പരാനന്ദത്തിലാറിയിടും. അപ്പോൾ ശിവപൂജ ചെയ്യുന്നവർ പരമാനന്ദ നിർവൃതിയിൽ ലയിച്ചിരിക്കും. ശിവപൂജ എന്ന് പറയുന്നത് ഇവിടെ നിഷ്ഠയാണ്, അതായത് ശിവസാധന ചെയ്യുന്നവരെല്ലാം മുക്തിക്ക് അർഹരാണ്. അതിനെന്ത് വേണം? മുക്തിയിൽ പൂർണ്ണമായിട്ട് ഈശൻ്റെ അരുളുദിക്കണം. മുക്തി ലഭിക്കണമെങ്കിൽ ആദ്യമായി ഭഗവാൻ ശിവൻ്റെ കൃപ ലഭിക്കണം. ഭഗവാന്റെ കൃപ ലഭിക്കാതെ ഒരു സാധകനും ശിവപദത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ഒരാൾക്ക് മാത്രമേ ശിവസാധകനായി തീരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ശിവസാധന ചെയ്യണമെങ്കിൽ ശിവൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അതിനുള്ള പ്രാർത്ഥനകളാണ് നാം ഇതിനു മുമ്പ് ചെയ്തതെല്ലാം. അങ്ങനെ ഭഗവാന്റെ ഉദിച്ചാൽ എന്ത് സംഭവിക്കുന്നു? തത്വങ്ങളെല്ലാം തൂത്തെറിഞ്ഞ് അകം ശുദ്ധമാകും. അപ്പോൾ നമ്മുടെ അകം ശുദ്ധമാകുക, നമ്മുടെ മനസ്സ് പരിശുദ്ധമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മനസ്സ് 3 മലങ്ങൾ നിറഞ്ഞതാണെന്ന് നാം കണ്ടതാണ്. ആണവം, കർമ്മം, മായ. ഈ 3 മലങ്ങളെയും തൂത്തെറിയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അതായത് നിഷ്ഠ ചെയ്യുക. നിഷ്ഠ എന്ന് വെച്ചാൽ സാധന, ശിവസാധന ചെയ്യുക. അങ്ങനെ ശിവസാധന നിരന്തരം പുരോഗമിക്കുമ്പോൾ തത്വങ്ങളെല്ലാം തൂത്തെറിയപ്പെടും. നമ്മുടെ മനസ്സിൽ കട്ട പിടിച്ച അന്ധകാരമെല്ലാം തൂത്തെറിയപ്പെടും. അവിടെ പ്രകാശം ഉദിക്കും, അവിടെ പ്രജ്ഞാനം ഉദിക്കും. ആ പ്രകാശധാരയിൽ മുങ്ങിക്കുളിക്കണം. അങ്ങനെ പ്രകാശധാര ഉദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തത്വങ്ങളെല്ലാം ഇല്ലാതാകും. നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത് 36 തത്വങ്ങളാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ, അതേപോലെ കർമ്മേന്ദ്രിയങ്ങൾ, തന്മാത്രകൾ തുടങ്ങിയ പ്രാണങ്ങൾ തുടങ്ങിയ ആ 36 തത്വങ്ങൾ, മനസ്സ്, അഹങ്കാരം എന്നിവയെല്ലാം അടങ്ങിയ ആ 36 തത്വങ്ങളും ഇല്ലാതാകണം. 36 തത്വങ്ങളും കൊഴിഞ്ഞു പോകണം. അങ്ങനെ 36 തത്വങ്ങളും കൊഴിഞ്ഞു പോയി ബോധം മാത്രം നിറയണം. അങ്ങനെ മനസ്സിലാകെ ശിവചിന്ത നിറഞ്ഞ് ശിവബോധത്തിൽ മുഴുകി ശിവോഹമെന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരാൾക്ക് മുക്തിപദം ലഭിക്കും. അപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മനസ്സിനെ ശുദ്ധമാക്കണം. മനസ്സ് പരിപൂർണമായും പരിശുദ്ധമായിരിക്കണം. മനസ്സ് പരിശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ് നാം ശിവസാധന ചെയ്യുന്നത്. എന്നിട്ടോ ഭക്തിയെ തെളിച്ച് തൻ വൃത്തികൾ ശിവപൂജയ്ക്കൊത്ത് വന്നോർ പരമാനന്ദ നിർവൃതിയിൽ ആറാടും. ഭക്തിയെ തെളിക്കണം. അപ്പോൾ ഭക്തി ഉണ്ടാകും, ശിവഭക്തി ഉണ്ടാകും. അപ്പോൾ തിരുമൂലദേവൻ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ജ്ഞാനത്തെ പോലെ തന്നെ ഭക്തിക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഭക്തി ഉണ്ടായാൽ മാത്രമേ ജ്ഞാനമുണ്ടാകൂ. അപ്പോൾ ഭക്തിയുടെ പരിപൂർണതയിലാണ് ജ്ഞാനം
തെളിയുന്നത്. അപ്പോൾ ഭക്തിയില്ലാതെ ജ്ഞാനമുണ്ടാകില്ല, ജ്ഞാനമില്ലാതെ ഭക്തിയും ഉണ്ടാകില്ല. അപ്പോൾ ഭക്തി തെളിഞ്ഞ് വരണം. അപ്പോൾ എല്ലാ വൃത്തികളും കരചരണങ്ങൾ കൊണ്ട് ചെയ്യുന്നതും മനസ്സുകൊണ്ട് ചെയ്യുന്നതുമായ എല്ലാ വൃത്തികളും എന്തായി മാറും? ശിവപൂജയായി മാറും. അപ്പോൾ ചെയ്യുന്നതെല്ലാം ശിവപൂജയായി മാറും. ഒരു വ്യക്തി, ഒരു സാധകൻ ചെയ്യുന്ന ഏത് കർമ്മങ്ങളാകട്ടെ, ഏത് ചിന്തകളാകട്ടെ, ഏത് സങ്കല്പങ്ങളാകട്ടെ, അതെല്ലാം തന്നെ ശിവപൂജയായി മാറും. അങ്ങനെ ശിവപൂജ ചെയ്യുമ്പോൾ പരമാനന്ദത്തിൽ സാധകൻ എത്തിച്ചേർന്ന് മുക്തിനില പ്രാപിക്കും. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ മുക്തി ലഭിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് നമ്മുടെ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളെയും കഴുകിക്കളഞ്ഞ് മനസ്സ് പരിശുദ്ധമായിരിക്കണം. ഹൃദയം പരിശുദ്ധമാകുമ്പോൾ അവിടെ തത്വങ്ങളെല്ലാം 36 തത്വങ്ങളും ഒഴിഞ്ഞുപോയി ശിവതത്വം മാത്രം പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അയാൾ ഭക്തിയുടെ ഉന്നത ലോകത്തിലെത്തിച്ചേരും. ഭക്തിയുടെ ലോകത്ത് എത്തിച്ചേരുമ്പോൾ അയാളിൽ ജ്ഞാനം അത്രമേൽ സ്വാഭാവികമായിട്ട് ഉദിച്ച് ഉയരുകയും ചെയ്യും. അതോടെ അയാൾ പരമാനന്ദ ലഹരിയിൽ, ശിവാനന്ദ ലഹരിയിൽ മുഴുകും. അതോടെ സാധകൻ മുക്തിനിലയെ പ്രാപിക്കും. ഇതാണ് മുക്തിലാഭത്തിൽ തിരുമൂലദേവൻ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മുക്തിനില പ്രാപിക്കണമെങ്കിൽ മനസ്സ് പരിശുദ്ധമാകണം. ഇതാ നോക്കൂ, ഇവിടെ ഭഗവത്ഗീതയിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. അഹം വൈശ്വാനരോ ഭൂത്വ എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രത്തിൽ പരമപുരുഷോത്തമ യോഗത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നുണ്ട്, ശരീരത്തിലേക്ക് ഉൾക്കൊള്ളുന്ന ശക്തിയെ പ്രാണനെന്നും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വിസർജിക്കുന്ന ശക്തിയെ അപാനനെന്നും പറയുന്നു. പരമാത്മാവ് ജഡരാഗ്നിയായി വർത്തിച്ച് കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഭക്ഷണത്തെ വായിൽ നിന്ന് അന്നനാളം വഴിയായി ആമാശയത്തിലെത്തിക്കുന്ന പ്രാണവൃത്തിയായും അതിനെ പോഷകാംശത്തെ സ്വീകരിച്ച ശേഷം ബാക്കിയുള്ള അംശത്തെ വിസർജന ഇന്ദ്രിയം വഴി പുറന്തള്ളുകയും ചെയ്യുന്നു. അത് അപാനവൃത്തിയാണ് അപ്പോൾ പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ ഭക്ഷണത്തെ ആമാശയത്തിലെത്തിക്കുന്നതും അവിടെ വച്ച് ദഹിപ്പിക്കുന്നതും പോഷകാംശത്തെ സ്വാംശീകരിക്കുന്നതും ബാക്കിയുള്ള ആവശ്യമില്ലാത്ത അംശത്തെ പുറന്തള്ളുന്നതുമെല്ലാം തന്നെ ഈശ്വരനാണ്. അപ്പോൾ പറയുന്നത് ഇതാണ്, ദേഹത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് ഭഗവാൻ ശിവൻ അത്രേ. ഇവിടെ പ്രധാനമായിട്ടും ഭഗവാൻ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ്റെ പ്രകാശം പരമാത്മാവിൻ്റേതാണെന്ന് ഭഗവത്ഗീത പറയുന്നു. മാത്രമല്ല ചന്ദ്രൻ്റെയും അഗ്നിയുടെയും പ്രകാശവും പരമാത്മാവിൻ്റേത് തന്നെയാണ്. ഉപാധികളുടെ വ്യത്യാസം കാരണം ആത്മചൈതന്യത്തിൻ്റെ പ്രകടനത്തിലും വ്യത്യാസം കാണാം. വൈദ്യുതി എല്ലാം ഒന്നു തന്നെയാണല്ലോ, അതിന് വ്യത്യാസമില്ല. പരമാത്മ ചൈതന്യവും സൂര്യനിലൂടെ സൂര്യപ്രകാശമായും ചന്ദ്രനിലൂടെ നിലാവായും വിറകിലൂടെ അഗ്നിയായും പ്രകടമാകുന്നു. ലോകത്തിന് നിലനിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് പരമാത്മാവ് ഇങ്ങനെ പ്രകടീഭൂതമാകുന്നത്. ലോകത്തിലെ നാനാത്വവും ഏകനായ പരമാത്മാവിൻ്റെ ലീല തന്നെയാണ്. അപ്പോൾ സകലതും ശിവനാണ്. ഇതാണ് ഭഗവത്ഗീതയും നമ്മളോട് പറയുന്നത്. സകലതും പരമാത്മാവാണ്. ഈ പരമാത്മാവാണ് നമുക്ക് സ്വയം
വെളിവാക്കി തന്ന് നമ്മെ പരമാത്മപദത്തിലേക്ക്, മുക്തിപദത്തിലേക്ക് എത്തിക്കുന്നത്, ശിവോഹം എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഇത് ഏറ്റവും ഭംഗിയായിട്ട് വിവരിക്കുന്ന ഒരു ഉപനിഷത്തുണ്ട്. പാശുപത ബ്രഹ്മോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. നമുക്ക് അതിലേക്ക് കൂടി അല്പമൊന്ന് പ്രവേശിക്കാം. ഇതാ നോക്കൂ. സകല യജ്ഞങ്ങളുടെയും കർത്താവ് പശുപതിയായ ഭഗവാൻ രുദ്രനാകുന്നു. വിഷ്ണു അധുര്യവും ഇന്ദ്രൻ ഹോതാവുമാണ്. ശിവൻ്റെ മാനസം ഭോക്താവാണ്. ആ മാനസബ്രഹ്മത്തിൻ്റെ രൂപമാണ് ഹംസം. ഹംസം സോഹം എന്ന തന്മയമായ ആ സിദ്ധിവിശേഷത്തിലൂടെ എല്ലാവരും മോക്ഷപദത്തിലേക്ക് എത്താൻ അർഹനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹംസ സോഹം, അതായത് സോഹം മന്ത്രത്തിൻ്റെ ആ സാധനയിലൂടെ തന്നെ ഒരാൾക്ക് മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അജപാധ്യാനത്തിന് വളരെ പ്രാധാന്യം തിരുമൂലദേവൻ മാത്രമല്ല ഈ പാശുപത ബ്രഹ്മോപനിഷത്തിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹംസസോഹം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനാക്രമമാണ്. പിന്നെ ജീവൻ പരമാത്മസ്വരൂപമായ ഈ ഹംസം തന്നെ, അകത്തും പുറത്തും സഞ്ചരിക്കുന്നതും ഹംസം തന്നെ. ഉള്ളിലെത്തിയതിന് ശേഷം അനവകാശസ്ഥാനത്ത് ഈ ഹംസം സ്വർണ്ണരൂപമാകുന്നു. ഈശ്വരൻ 96 തത്വങ്ങളുടെ രൂപത്തിൽ വ്യക്തമാകുന്ന ചിത്തിൻ്റെ ത്രിസൂത്രങ്ങളാൽ 9 തന്തുക്കളോട് 3 ഇരട്ടിയായതും ബ്രഹ്മവിഷ്ണു മഹേശ്വര രൂപിയായ അഗ്നിത്രയയുക്തമായ ചിത് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട അദ്വൈത ഗ്രന്ഥിയുക്തമായ യജ്ഞത്തിൻ്റെ സാധാരണമായ അംഗരൂപത്തിൽ അകത്തും പുറത്തും പ്രകാശിക്കുന്ന യജ്ഞോപവീതവും ഹംസം തന്നെ. അപ്പോൾ ഈ ഹംസം എന്ന് പറയുന്നത് ശരിക്കും പരബ്രഹ്മമായ പരമാത്മാവായ മുക്തിസാധനമായ സോഹം ഹംസം എന്ന ആ ശിവ തേജസ്സാണ്. ആ ശിവ തേജസ്സാകുന്ന പ്രാണനെ നാം വേണ്ട പോലെ ഉപയോഗിച്ചാൽ നമുക്ക് മുക്തിലാഭം ലഭിക്കുന്നതാണ്. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ഈ മുക്തിപദത്തെ ശിവവാക്യർ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: മണ്ണും നീ, വിണ്ണും നീ, മറികടൽകൾ ഏഴും നീ, എണ്ണും നീ, എഴുത്തും നീ, ഇശൈന്ത എഴുത്തും നീ, കണ്ണും നീ, മണിയും നീ, കണ്ണുൾ ആടുപോയ വൈതി, നണ്ണും നിർമ്മൈ നിന്റെ പാദം നണ്ണുമാറ് അരുളിടാൻ. ഇതാണ് ശിവവാക്യർ പറയുന്നത്. അപ്പോൾ നീ ചെറുതുമല്ല വലുതുമല്ല, അത് തുര്യം കടന്ന തുര്യാതീത വസ്തുവാണ്, അല്ലയോ ഭഗവാൻ ശിവൻ നീ എന്നാണ് പറയുന്നത്. ഇതാണ് മുക്തിനില. ഈ മുക്തിനിലയെ പ്രാപിക്കാൻ വേണ്ടിയുള്ള സാധനകളാണ് തിരുമന്ത്രത്തിൽ നാം എമ്പാടും പഠിച്ചത്. അപ്പോൾ ഇവിടെ ഈ തിരുമന്ത്ര സാധനയിലൂടെ നാം മുക്തിനിലയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും ശിവമുക്തിയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 8ാം തന്ത്രം അവസാനിക്കുകയാണ്. അങ്ങനെ ഇനി 9ാം തന്ത്രം, അവസാനത്തെ തന്ത്രം നാം ഇനി പഠിക്കാൻ പോവുകയാണ്. അവസാനത്തെ തന്ത്രമായ 9ാം തന്ത്രത്തിൽ മകുടാഗമത്തിൻ്റെ രഹസ്യ തത്വങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 13 അധ്യായങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് ഗുരുമഠ ദർശനം, ജ്ഞാനഗുരു ദർശനം, ഒളി തിരുനടന ദർശനം, ആകാശലാഭം, ജ്ഞാനോദയം, സ്വരൂപോദയം, വിധി, ശിവദർശനം, ശിവസ്വരൂപ ദർശനം,
മൗനസമാധി, അതിരിൻ മഹിമ, സർവവ്യാപി എന്നിങ്ങനെയുള്ള 13 അധ്യായങ്ങളുണ്ട്. ഈ 13 അധ്യായങ്ങളും മകുടാഗമം എന്ന ശ്രേഷ്ഠ ആഗമത്തിൻ്റെ സാരസംഗ്രഹമാണ് തിരുമൂലദേവൻ ഈ 9ാം തന്ത്രത്തിൽ വിവരിക്കുന്നത്. അതാണ് നാം ഇനി കാണാൻ പോകുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.